കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടത്. അപ്പോൾ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്നൊരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഏൽപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാർ കുറച്ചു കാലങ്ങളായി ട്രോളുകൾക്ക് വിധേയനാകുന്നത്? ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ വളരെയധികം ആരാധകരെ സൃഷ്ടിച്ച ഒരാളാണ് അഖിൽ മാരാർ. അദ്ദേഹത്തിന്റെ വസ്തുതാവിരുദ്ധമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അഭിമുഖങ്ങളുമാണ് ഇപ്പോൾ വൈറലാകുന്നത്. എന്നെ ആക്രമിച്ചോളൂ, നിങ്ങളെന്നെ ആക്ഷേപിച്ചോളൂ, ഇതിലൊന്നും എനിക്ക് വ്യക്തിപരമായി യാതൊരു പരാതിയുമില്ല. പക്ഷേ ഞാൻ തിരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഞാൻ തിരുത്തേണ്ടതെന്നും ഞാൻ പറഞ്ഞതിലെ തെറ്റെന്താണെന്നും നിങ്ങളിൽ ആർക്കെങ്കിലും എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ നമ്പർ അയച്ചു തരാം. നിങ്ങളെന്നെ ആക്രമിക്കുന്നതിലൂടെ ഇവിടുത്തെ മറ്റൊരു മാഫിയയ്ക്ക് വലിയ രീതിയിൽ കേരളത്തിൽ പിടിമുറുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത്. അഖിൽ മാരാർ ഒരു ജീനിയസ് ആണ്, ബുദ്ധിമാനായ വ്യക്തിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന പലരും ഇപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. അത്രമാത്രം മണ്ടത്തരം സംസാരിക്കുന്ന ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇയാളെയൊക്കെ ബിഗ് ബോസിൽ ഇയാൾ വന്നിരുന്ന സമയത്ത് 1% നമ്മൾ ഇഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സത്യമായിട്ട് സങ്കടം. ഈ പ്രവണതയെ മനഃശാസ്ത്രത്തിൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നു. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുന്നതിന് പകരം അവ മറ്റുള്ളവരിലേക്ക് ആരോപിക്കുകയും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്ന രീതിയാണത്.